ആരോടും സ്വയം വിശദീകരിക്കരുത്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന വ്യക്തി അതൊരിക്കലും വിശ്വസിക്കുകയുമില്ല. പരിശ്രമിച്ചാൽ എന്തും നടക്കും എന്നതിന് ഒരു ഉദാഹരണമാണ് മുട്ടിലിഴഞ്ഞ് നടന്ന നമ്മൾ ഇപ്പോൾ 2 കാലിൽ എഴുന്നേറ്റ് നടക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ജീവനോളം സ്നേഹിക്കുന്നവർ നമ്മെ മനസ്സിലാക്കാത്തതാണ്. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പരസ്പരം ബഹുമാനമില്ലെങ്കിൽ അവിടെ സ്നേഹവുമില്ല. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെയാണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും. അന്ധകാരത്തിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വെളിച്ചത്തിലേക്ക് വരുന്നു. എത്രയും പ്രിയപ്പെട്ട ബന്ധമായാലും മാറ്റി നിർത്തപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ സ്വയം മാറിക്കൊടുക്കുക. നമുക്കുമുണ്ട് ഒരു വ്യക്തിത്വം. ആർക്കു മുന്നിലും പണയം വയ്ക്കപ്പെടാത്ത ആത്മാഭിമാനം തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. വിശ്വസിച്ചാൽ നിശബ്ദതയെപ്പോലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ ഓരോ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടുന്നു. വിശ്വാസം എന്നത് ബന്ധങ്ങളുടെ ആത്മാവാണ്. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു. കണ്ണുകളിലെ ബഹുമാനവും സംസാരത്തിലെ അലങ്കാരവുമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും ശക്തമായ ചരടുകൾ. സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത്? നടക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും. കാരണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. ഇനിയുള്ള കാലത്തെ സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ കഴിഞ്ഞതിനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിന് നമ്മുടെ നിരാശ തടസ്സമാകരുത്. ജീവിതത്തിലെ ദുഃഖങ്ങളോർത്ത് നമ്മൾ വിഷമിച്ചിരുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏതവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ഒരു വിഷമം വന്നാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമുക്ക് വിഷമം ഉണ്ടെന്ന് കരുതി നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കാതിരിക്കുന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നവരാണ്. പിന്നീട് ഒരിക്കലും അത് നേടാൻ കഴിയാതെ നമ്മൾ ഉള്ളിൽ 1000 തവണ കരഞ്ഞിട്ടുണ്ടാകും. ഒരു കാര്യം ആലോചിക്കണം. ഇനിയും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ടി ആരും അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കണം. ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണമെന്നില്ല. നിങ്ങളെ നോക്കുന്ന വ്യക്തിയിലേക്ക് നോക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുക. നിങ്ങൾക്കായി കാതോർക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ കാതോർക്കുക. നിങ്ങളെ ചേർത്ത് പിടിക്കുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നൽകുക.